എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ് എങ്ങനെയെങ്കിലും ഹാസറാമ സെൻസായെ തിരികെ പിടിക്കണം. അതിന് നമ്മൾ ഓരോ ടീമായിട്ട് ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ സാറയുടെയും ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ മൂന്ന് പേരും കാട്ടിലേക്ക് കടന്നു വരികയാണ്. അവർ ആ കാട്ടിലേക്ക് എത്തേണ്ട താമസം വേറെ ഏതോ ഓപ്പണൻസ് ആയിട്ടുള്ള മറ്റു മൂന്ന് പേര് അവരുടെ മുൻപിലേക്ക് വരും. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഓമുഖയും അവന്റെ ടീമും. ഓമുഖയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്കറിയാം നിങ്ങൾ ഇവിടേക്ക് വന്നത് സാക്ഷാൽ ഹാസറാമയെ അന്വേഷിച്ചല്ലേ. നിങ്ങളുടെ അന്വേഷണത്തെ ഞങ്ങൾ തടയില്ല, പക്ഷെ ഹാസറാമ സെൽസ് അത് ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവനും അവന്റെ ടീമും സ്ക്വാഡൊക്കെ എടുത്ത് ഇപ്പം ബൊറൂട്ടോയ്ക്ക് നേരെ ആടിയെടുക്കും. അതിൽ കൺട്രോൾ പോയ ബൊറൂട്ടോ ആണെങ്കിൽ അവനും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും സാക്ഷാൽ കൊനഹമാരും അവിടേക്ക് വരിക. കൊനഹമാരും ആണെങ്കിൽ ഇപ്പൊ അവരോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളെല്ലാവരും ഹിഡൻ ക്ലൗൺ വില്ലേജിൽ നിന്നല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത്? എനിക്കറിയാം നിന്റെ പേര് ഓമുഖി എന്നല്ലേ. അത് കേൾക്കേണ്ട താമസം ഓമുഖിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഉടനെ അവനും ഇപ്പൊ നമ്മുടെ കൊനഹമാരുവെ തിരിച്ചറിയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൊനഹമാരുവിനോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങൾക്കറിയോ ഇവരാരാണെന്ന്? അതിന് കൊനഹമാരു പറയും, എനിക്കറിയാം, റൈക്കാഗയുടെ വലം കൈയാണിവർ. ഹിഡൻ ക്ലൗൺ വില്ലേജിലെ 3 പവർഫുൾ നിഞ്ചാസ്. മാത്രമല്ല സാറുകയുടെ ബെസ്റ്റ് ഫ്രണ്ടാണിത്. സാറുടേക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഇവിടെ ഓമുഖയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളോട് കുശലം പറയാനോ പഴയ ബന്ധം അതൊന്നും പുലർത്താനോ അല്ല. എനിക്കിപ്പോൾ ആവശ്യം ആ ഹാസറാമ സെൽസാണ്. നിങ്ങളുടെ കയ്യിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്രയും വേഗം ഞങ്ങൾക്കത് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതിന് ബൊറൂട്ടയാണെങ്കിൽ അടിച്ചു പറയും, അയ്യോ ഇല്ല, സത്യത്തില് ഹാസറാമ സെൽസ് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിന് ഓമുഖി പറയും, ഞങ്ങൾ ആക്ച്വലി ആ ഹാസറാമ സെൽസ് അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്കുയ അവള് കൊല്ലപ്പെട്ടത്. അവള് കൊന്നത് ഹിഡൻ ലീഫ് വില്ലേജിലെ ആളുകളാണെന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെ തേടി ഞങ്ങൾ ഇവിടേക്ക് വന്നത്. റൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങൾ അവളെ കൊല്ലില്ല, ഞങ്ങളല്ല അവളെ കൊന്നത്. ഇതില് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരൊക്കെയോ ചേർന്ന് ഈ ഒരു ക്രൈമിലേക്ക് കൊണ്ടുവന്നിട്ടതാണ്. അതിനെല്ലാം തെളിവായി ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ ഒരു പോയിസണൽ കത്തിയാണ്. ഇതുപയോഗിച്ചാണ് അവളെ കൊന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ ആ കത്തി കാണിക്കും. ാണെങ്കിൽ ആ ഒരു കത്തി അത് കാണുമ്പോൾ തന്നെ സംശയം തോന്നും. ലാൻഡ് ഓഫ് ഫേസിലുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു തരം കത്തിയാണത്. ഒരു ചീഫിനെയും ഇതേ കത്തി ഉപയോഗിച്ച് തന്നെയാണ് മുൻപ് ലാൻഡ് ഓഫ് ഫേസിലുള്ളവർ കൊന്നത്. മൂയ്ക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. ഹാസറാമ പവറുള്ള കത്തിയാണിത്. ഇത് തെറ്റായവരുടെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടമായിരിക്കും എന്ന് പറഞ്ഞ് അവൻ പേടിക്കാൻ തുടങ്ങും. അവന്റെ കൂടെയുള്ളവര് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷെ അവൻ ടെൻഷൻ അടിക്കും. മനോഹമാരും ആണെങ്കിൽ ഇപ്പൊ ഓമുഖയോട് പറയും, ഹാസറാമ സെൻസായും അദ്ദേഹത്തിന്റെ പവറും ഈ വില്ലേജിനുള്ളതാണ്. അതൊരു കാരണവശാലും മറ്റൊരു വില്ലേജിലേക്ക് പോകാനായിട്ട് പാടില്ല. അതിന് ഓമുഖയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അതെ, മറ്റുള്ളവരുടെ കയ്യിൽ എത്താതിരിക്കാനും നിങ്ങളിലേക്ക് തിരികെ എത്താനും ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ആ വില്ലന്മാരെ കാണിക്കും. അവർ രണ്ടുപേരും ഹാസറാമ സെൽസുമായിട്ട് ഒരു ഭാഗത്ത് അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുത്തനാണെങ്കിൽ ഭയങ്കരമായിട്ട് സംശയം തോന്നും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഹാസറാമ സെൽസ് അത് വളരെ വേഗം തന്നെ പുറത്തു വരുന്നല്ലേ. പക്ഷെ ഇതുവരെ ഇതിന് യാതൊരു ചേഞ്ചും തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ആ ലീഫ് വില്ലേജിൽ ഷിനോബികൾ അവരിപ്പോ നമുക്ക് വലിയ തലവേദന തന്നെയാണ്. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു. അതിന് കൂടെയുള്ളവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ആ ഗ്രാമത്തിലുള്ളവര് അവരെ തടയും. മാത്രമല്ല ഓമുഖിയാൻ ടീം അവര് വില്ലേജിലെ ആ നിഞ്ചാസിന്റെ പുറകെ തന്നെയുണ്ട്. സോ അവർക്ക് ഒരിക്കലും നമ്മളെ തേടി വരാനോ കണ്ടെത്താനോ ഇത് തിരികെ പിടിക്കാനോ പറ്റില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ സാക്കുയയുടെ ആ മാൻഷൻ കാണിക്കും. അവിടെയാണെങ്കിൽ അവളുടെ മരണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം ഓരോരുത്തർ കളക്ട് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും കറുത്ത ഒരു പുതപ്പൊക്കെ പൊതച്ച് ആരോ ഒരാൾ അവിടേക്ക് കടന്നു വരിക. അവനാണെങ്കിൽ ഉള്ളവരെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങും. അതിനവര് സ്ക്വാഡൊക്കെ എടുത്ത് ഇപ്പൊ അവരെ തിരികെ ഭീഷണിപ്പെടുത്തുകയാണ്. അവനാണെങ്കിൽ ഞൊടിയിടയിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ബോഡി നോക്കും. അവിടെ ഉണ്ടായിരുന്ന ചില കള്ളന്മാരാണെങ്കിൽ പേടിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം അവര് നേരെ നീട്ടുകയാണ്. അതിനവൻ പറയും, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഹാസറാമ സെൽസ് അതാണ് എനിക്ക് ആവശ്യം, അത് കണ്ടെത്താനും അത് കൊണ്ടുപോകാനുമാണ് ഞാൻ വന്നത്. അതിനവരാണെങ്കിൽ പേടിച്ച്, സത്യത്തിൽ അതെടുത്തത് ഞങ്ങളല്ല, ആ ലാൻഡ് ഓഫ് ലീഫ് വില്ലേജിലെ ഷിനോബികൾ അവരിവിടേക്ക് വന്നിരുന്നു. അവരത് കളക്ട് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വഴി രക്ഷപ്പെട്ടു പോയി. അവരത് പറയേണ്ട താമസം അവനാണെങ്കിൽ അവരെ എല്ലാവരെയും കൊന്ന്
അവിടുന്ന് പുറത്തേക്ക് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ 3 ഷിനോബികളെ കാണിക്കും. അവര് 3 പേരും ഇപ്പോ ഹാസ്ര സെൽസ് അതങ്ങനെ മാറ്റി മാറ്റി ഹാൻഡിൽ ചെയ്ത് മുൻപോട്ടേക്ക് പോവാണ്. അതിലൊരുത്തനാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഒരു കാരണവശാലും കൈപ്പിഴ കൊണ്ട് ഈ ഒരു സെല്ല് തകരാനായിട്ട് പാടില്ല. അങ്ങനെ തകർന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഹാസ്ര പവർ അത് പുറത്തേക്ക് വരും. നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം അവർ മരണപ്പെട്ടു പോയ അവരുടെ ടീംമേറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവന്റെ ഒരു ഇയറിങ്സ് അത് അവർ കയ്യിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോങ് ഷോട്ടിലായി നമ്മുടെ ആൾക്കാർ ആ ഹാസ്ര സെൽസിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടി വരികയാണ്. അപ്പോഴായിരിക്കും അവരുടെ മുൻപിലേക്ക് ആ ഹുഡിയിട്ട വില്ലൻ അവൻ ചാടി വീഴുക. അവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നും. അവനാണെങ്കിൽ ടെററായിട്ട് ഇപ്പം നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. അതിനുശേഷം അവൻ്റെ ഹുഡിയൊക്കെ ഊരി അവൻ്റെ റിയൽ ഫേസ് നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനൊരല്പം വൈകിപ്പോയി. എനിക്ക് ആവശ്യമുള്ള സാധനം അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നറിഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കറിയാം നിങ്ങൾക്കും അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ കബളിപ്പിച്ച് അത് മറ്റൊരു ടീം കൊണ്ടുപോയി കഴിഞ്ഞു അല്ലേ? എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെ കൈ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഫേസ് അതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഞാൻ ജീവനോട് കൂടെ വിടില്ല. ആൾക്കാർക്കാണെങ്കിൽ അവൻ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവന്റെ ലക്ഷ്യവും ആ ഹാസ്രാമ സെൽസ് ആണെന്ന് അവർക്ക് പിടികിട്ടും. ഒക്കെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ ഇവന്റെ കാര്യം നോക്കണ്ട, എത്രയും വേഗം ആ ഷിനോബികളെ കണ്ടെത്തി ഹാസ്ര സെൽസ് അത് തിരികെ പിടിക്കണം. ഇവന്റെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവനിപ്പോ വെപ്പൻസ് ഒക്കെ ആയിട്ട് അവന്റെ നേർക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വന്ന് നിൽക്കും. ടീമും ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഷിനോബികളെ അന്വേഷിച്ച് ഉഷാറായിട്ട് ചാടി ഓടിപ്പോവും. അതേസമയം ആ വില്ലൻ ഓമുഖിയാൻ ടീമുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടിയും ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഷിനോബികളെ കാണിക്കും. അവർക്കാണെങ്കിൽ ഫോളോ ചെയ്ത് ആരൊക്കെ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഉടനെ ഒരു ഷിനോബി ആണെങ്കിൽ അവന്റെ കാതിലെ അമ്മലൂരി ഇപ്പൊ ബാക്കിയുള്ള 2 പേർക്ക് കൊടുക്കും. ഇതെന്റെ ടേണാണ്, അവരെ ഞാൻ തന്നെ തടയും. എത്രയും വേഗം നിങ്ങളിത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരെ അവൻ പറഞ്ഞു വിടുകയാണ്. ഇതാ ഇവിടെ ആ വില്ലൻ. അവനാണെങ്കിൽ ഓമുഖയുടെ കൂടെ ഉണ്ടായിരുന്ന ആ 2 പേരെ അവരെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലുകയാണ്. അതിനുശേഷം ഇപ്പൊ അവൻ ഓമുഖയ്ക്ക് നേരെ തിരിയും. ഓമുഖയ്ക്കാണെങ്കിൽ അവന് ടെൻഷൻ കൂടി വരികയാണ്. ആ വില്ലൻ അതെല്ലാം എൻജോയ് ചെയ്ത് ഓമുഖയെ ഇല്ലാതാക്കാൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് നടന്നു വരും. ഓമുഖയാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് അത് വിട്ടുകൊടുക്കാതെ അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. പക്ഷെ എന്താ, ഓമുഖിയുടെ എല്ലാ പഞ്ചും എല്ലാ ടെക്നിക്കും വളരെ ഈസി ആയിട്ട് ആ വില്ലൻ പൊളിച്ച് കയ്യിൽ കൊടുക്കും. ഈ സമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ ബൊറൂട്ടോ ആ ടീം അവരാണെങ്കിൽ ഇപ്പൊ ആ വഴിയിൽ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. കാരണം ആ ഒരു വഴി അതിപ്പോ 2 ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. ഏതായിരിക്കും യഥാർത്ഥ വഴിയും ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. മെയ്റ്റ്സികയുടെ സ്നേക്ക് ആണെങ്കിൽ യഥാർത്ഥ വഴി കണ്ടുപിടിക്കാനായിട്ട് അവരെ സഹായിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ ദൂരത്തായിട്ട് ചില കാൽപ്പാടുകളൊക്കെ കാണുകയാണ്. അങ്ങനെ ഒരു വിധത്തില് അവരിപ്പോ ഒരു വഴി കണ്ടെത്തി അതുവഴി സ്പീഡിൽ മുൻപോട്ടേക്ക് പായുകയാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആ വില്ലനെ ഓർത്ത് ടെൻഷൻ കൂടി വരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ഷിനോബികളിൽ ഒരാൾ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തടയാനായി അങ്ങനെ മുൻപിലേക്ക് ചാടി വരികയാണ്. ആണെങ്കിൽ അവനെ കാണേണ്ട താമസം അവൻ ആരാണെന്ന് തിരിച്ചറിയും. സത്യം പറയും, നീയല്ലേ ഇതിനെല്ലാം പിന്നില്? നിങ്ങൾ 3 പേരും നിങ്ങൾ 4 പേരും ചേർന്നാണ് ആ ഹാസ്ര സെൽസ് അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയത്. എത്രയും വേഗം ഞങ്ങൾക്കത് തിരികെ കിട്ടിയേ പറ്റൂന്ന് പറയും. ഷിനോബി ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ നമ്മുടെ ആൾക്കാരെ തടഞ്ഞ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വി മല്ലു എപ്പിസോഡ്.